അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്ന 7ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന പുസ്തകമാണ്. കണ്ടില്ലേ, ദുറൂസുൽ ഇഹ്സാൻ. അപ്പോൾ അതിൽ നിന്നുള്ള എത്രാമത്തെ പാഠമാണ്? 8ാമത്തെ പാഠമാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. പാഠം 8, സിലത്തുർ റഹിം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സിലത്തുർ റഹിം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം ചേർക്കൽ എന്നർത്ഥം. സൃഷ്ടാവായ അള്ളാഹു ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. കണ്ടില്ലേ, അവർ ആരാണെന്ന് അറിയാമോ? കുടുംബബന്ധം ചേർക്കുന്നവരാകുന്നു അവർ. അള്ളാഹു തആല റഹിമിനോട് പറഞ്ഞു. റഹിം എന്നാൽ കുടുംബബന്ധം. അള്ളാഹു തആല റഹിമിനോട് പറഞ്ഞു, മൻ വസലക്കി വസൽതുഹു വമൻ ഖതഅക്കി ഖതഅതുഹു. നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും എന്നാണ് ഹദീസിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുമിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. അർത്ഥം, ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ബന്ധുക്കളെ സന്ദർശിക്കുക, സുഖ വിവരങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കുക തുടങ്ങി അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് നല്ല കാര്യവും കുടുംബബന്ധം പുലർത്തലാണ്. ഇങ്ങോട്ട് ബന്ധം പുലർത്താത്തവരോടും അകന്നു നിൽക്കുന്നവരോടും അങ്ങോട്ട് ബന്ധം പുലർത്തണം. ആവശ്യം കണ്ടറിഞ്ഞ് സഹായവും പിന്തുണയും നൽകണം. ഇടയ്ക്കിടെ കണ്ട് ബന്ധം പുതുക്കണം. കുടുംബബന്ധം ചേർക്കുന്നവന് ഇരുലോകത്തും നിരവധി ഗുണങ്ങൾ ലഭിക്കും. ആഹാരത്തിൽ സമൃദ്ധി ലഭിക്കണമെന്നും ആയുസ് ദീർഘിക്കണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ കുടുംബബന്ധം പുലർത്തട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തെ തൊട്ട് ദൂരത്താക്കുകയും ചെയ്യുന്ന ഒരു അമൽ പറഞ്ഞു തരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്ക് ചേർക്കാതെ അവനെ ആരാധിക്കുക, നിസ്കാരം നിലനിർത്തുക, സകാത്ത് നൽകുക, കുടുംബബന്ധം ചേർക്കുക. ഇങ്ങനെ ചെയ്താൽ എന്താവും? നീ പറഞ്ഞ ആ കാര്യം നേടും എന്നർത്ഥം. കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന് സദക്കയുടെ പ്രതിഫലം, മറ്റൊന്ന് കുടുംബം ചേർത്ത പ്രതിഫലം. കുടുംബബന്ധം മുറിക്കൽ മഹാപാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കുടുംബബന്ധം പുലർത്തി പ്രവേശനം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.